കരയരുത്. നീ ബുദ്ധിയുള്ള കുട്ടിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. കണ്ണീര് കാര്യങ്ങൾക്ക് തടസ്സമാവുകയുള്ളൂ. എനിക്കറിയാം, അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാതെ വിഷമിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ. നേരൊന്ന് വെളുത്ത് കിട്ടിയാൽ മതി. ജാമ്യം എടുക്കാനല്ലേ? ജാമ്യം എടുക്കണം, എടുക്കാം, കിട്ടും അല്ലേ ബാലമണി? അതെ, കിട്ടും സർ. എന്റെ മോളെ തല്ലിയത് പോലീസുകാരാണോ? എന്ത് പറ്റി എന്റെ മോൾക്ക്? ഒന്നും പറയണ്ട എന്റെ ആന്റി, പോലീസുകാരെ അവളെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി. അയ്യോ, ആ നിക്ക് പറയട്ടെ. മുഖം അടച്ചായിരുന്നു അടി, പിന്നെ നെഞ്ചിൽ തൊഴിച്ചു ഒരു പോലീസുകാരി. ഈശ്വര, ആ തൊഴില് തന്നെ മൈഥിലി അടുത്ത് വീണുപോയി. പിന്നെ തലങ്ങും വിലങ്ങും ചവിട്ടായിരുന്നു. കുനിച്ച് പിടിച്ചേച്ച് പുറത്തിട്ടിടിക്കുന്നത് കണ്ടു. എന്തായാലും റബ്ബർ ബന്ധ് തട്ടുന്നത് പോലെ അവളെ ഇട്ട് തട്ടി. മതി പറഞ്ഞത്, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. മിക്കവാറും അവൾ ഒരു 90 ദിവസത്തിനുള്ളിൽ ചത്തുപോകാൻ സാധ്യതയുണ്ട്. ദുഷ്ടതി, നിന്റെ നാക്ക് പുഴുത്തു പോട്ടെ. മോളെ, എന്താ നിനക്ക് പറ്റിയത്? മമ്മി ഒരുപാട് തല്ലി എന്നെ. എവിടെ? അയ്യോ തൊടല്ലേ, എനിക്ക് ദേഹം മുഴുവൻ വേദനയാ. എന്നാലും എന്ത് തല്ല പോലീസുകാർ തല്ലിയത്? കണ്ണി ചോരയില്ലാത്തവന്മാര്. എന്താ അരവിന്ദ ഇത്? അമ്മയെ കൊണ്ടുപോകാൻ പോലീസ് വന്നപ്പോ മൈഥിലി സമ്മതിച്ചില്ല. അവര് പിന്നെ വെറുതെ ഇരിക്കോ? എന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ ചെയ്തത്? അമ്മയെ കൊണ്ടുപോകുന്ന ഉറപ്പായപ്പോ എനിക്ക് സഹിച്ചില്ല. പിന്നെ ഞാൻ എന്തൊക്കെ കാണിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല മമ്മി. മോൾക്ക് ആശുപത്രി പോണോ? ശരിക്ക് ചൂട് പിടിച്ചു. നീർക്കെട്ട് വല്ലതും ഉണ്ടായാ പോയാ മതി. എന്നാ എന്റെ മോള് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മയൊക്കെ വരട്ടെ, എന്നിട്ട് വരാം ഇങ്ങോട്ട്. വാ പോവാം. ഇല്ല, അമ്മ വരുമെന്നറിയാതെ ഞാൻ മമ്മിയുടെ കൂടെ വരില്ല. അമ്മയെ വിടുവായിരിക്കും. ജയിലിലെങ്ങാനും പിടിച്ചിട്ട പിന്നെ ഞാനിവിടെ നിൽക്കില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല. അമ്മയ്ക്ക് ജാമ്യം കിട്ടും. ഇവളെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോണ്ട. എനിക്കും ഈ സങ്കടങ്ങൾ ഇവളിവിടെ വേണം. വക്കീലെ, എനിക്ക് കൂടുതൽ ഒന്നും അറിയണ്ട. നിയമത്തിന്റെ ഏത് വഴിയിലൂടെ ആണെങ്കിലും എന്റെ അമ്മയ്ക്ക് ഉണ്ണിയമ്മയ്ക്ക് നാളെ ജാമ്യം കിട്ടിയിരിക്കണം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടക്കണം. അതിനെന്താ വക്കീലിന് വേണ്ടത്? എത്ര രൂപയാ വേണ്ടത്? രൂപയുടെ കണക്കിലല്ലോ കാര്യം. ജാമ്യം കിട്ടാൻ ഏത് സോഴ്സ് ഉപയോഗിക്കണമെന്നുള്ളതാ. വക്കീലിന് കോടതിയെ വിശ്വസിപ്പിക്കാൻ തക്ക എന്ത് മാർഗവും സ്വീകരിക്കാം. അവരെ രക്ഷിച്ചെടുക്കണം. ഞാൻ അഴകത്തെ സ്വന്തം വക്കീലല്ലേ സർ, ഞാൻ ശ്രമിക്കാതിരിക്കുമോ? കുഞ്ഞുണ്ണിയേട്ടന്റെ കാര്യം കുറച്ച് എളുപ്പമാ, അഴകത്തമ്മയുടെ കാര്യമാ ബുദ്ധിമുട്ട്. എന്നാലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. എന്നാലാവുന്നത് ഞാൻ ചെയ്യാം.
ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സുമംഗല ദേവി നിന്റെ ആരാ അഭിരാമി? ഹോ, ആ വീട്ടിലേക്കല്ലേ ഇവിടെ ആദ്യം കെട്ടിച്ചത്. അഴകത്തെന്ന് പറയുന്നത് കേട്ടില്ലേ? ആണോ അഭിരാമി? അപ്പോ നിന്റെ ആദ്യത്തെ കെട്ടിയവന്റെ അമ്മയാണോ ആ കള്ളി? പ്ലീസ്, കുറച്ചുകൂടി മാന്യത കാണിക്കണം. ഓ, ഞാൻ കള്ളിന്ന് പറഞ്ഞതാണോ മാന്യതയില്ലാത്ത വാക്ക്? മുക്കുപണ്ടം വിറ്റ് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച ആളെ ഞാൻ പിന്നെ എന്തു വിളിക്കണം? അത് എന്തെങ്കിലും അബദ്ധം പറ്റിയതാവും അമ്മയ്ക്ക്. ഇപ്പോഴും നിനക്ക് അവരോടുള്ള താല്പര്യം പോയിട്ടില്ല അല്ലേ? സത്യം പറഞ്ഞ ഇല്ല. അവരിപ്പോഴും എന്റെ അമ്മയാ. അവരുടെ മോൻ ഇപ്പോഴും നിന്റെ ഭർത്താവാണോ? ഇപ്പൊ പറഞ്ഞത് അനാവശ്യോ, അതിനെ ആവർത്തിക്കരുത്. എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കും. ആ വീട്ടിലുള്ളവരെല്ലാം കള്ളക്കൂട്ടങ്ങളാ. നിനക്കിപ്പോഴും അവരെ കുറിച്ച് പറയുമ്പോഴെല്ലാം 100 നാവാ. അതുകൊണ്ട് ചോദിച്ചു പോകുന്നതല്ലേ? നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ കുറിച്ച് എപ്പോഴും നമ്മൾ നല്ലതേ പറയൂ. അതിന് വിഷമിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് വിഷമമൊന്നുമില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ ഇപ്പൊ അഴി എണ്ണും. സത്യം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോ അത് സംഭവിച്ചേക്കാം. നിനക്കെന്താ ഇത്ര ഉറപ്പ്? ചില ആളുകളെ മനസ്സിലാക്കാൻ 1000 ദിവസമൊന്നും വേണ്ട, അരമണിക്കൂർ മതി. എനിക്കറിയാവുന്ന സുമംഗലാദേവി പൊന്നിന്റെ തിളക്കമുള്ള അഴകത്തമ്മയ. പല മുക്കുപണ്ടങ്ങളെയും ഞാൻ തിരിച്ചറിയുന്നതും അതുകൊണ്ടാണ്. നമ്മളെ കളിയാക്കിയിട്ട് അവള് പോയത്. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇവളുടെ അഹങ്കാരം ഇന്നത്തോട് ഞാൻ അവസാനിപ്പിക്കും. നോക്കിക്കോ. തല്ലാനാണോ? അല്ല, ആ ഒരു ദേഷ്യത്തിന് തന്നെ ഒന്ന് കൈവച്ചെന്നേ ഉള്ളൂ. അതിപ്പോ എന്റെ മാത്രമല്ല, സകല പോലീസുകാരുടെ സ്വഭാവ. താൻ ചിലപ്പോ കള്ളനല്ലായിരിക്കും, പക്ഷേ അതെങ്ങനെ ആദ്യമേ വിശ്വസിക്കും? സകല കള്ളന്മാരും ആദ്യം പറയുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്. 4 എണ്ണം കിട്ടിക്കഴിയുമ്പോ കിളി പറയുന്ന പോലെ അങ്ങ് പറയും. തന്റെ അടുത്തും അതാ പരീക്ഷിച്ചത്. പരീക്ഷണം കഴിഞ്ഞെങ്കിൽ എന്നെ കോടതിയിൽ ഹാജരാക്കണം. അവിടെ പറഞ്ഞോളാം ഞാൻ ഇനിയല്ല. ഓ, ആനന്ദ് വന്നപ്പോ പറഞ്ഞു തന്നായിരിക്കും ഇത്. അവൻ ബുദ്ധിയുള്ള ഇറക്കന. എന്നെ ഒന്ന് കുടഞ്ഞിട്ടാ പോയത്. കോടതിയിലേക്കുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കുമ്പോ ഒന്ന് മയപ്പെടുത്തണമെന്ന് പറഞ്ഞു. മയപ്പെടുത്താം. താനൊന്ന് സഹകരിച്ചു തന്നാ മതി. തനിക്ക് ജാമ്യം കിട്ടാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. എങ്ങനെ? താൻ ഈ കേസിൽ നിരപരാധിയല്ലേ? വീട്ടിൽ അറപ്പുരയിലിരുന്ന കാശ് അത് താനല്ല എടുത്തത്. എടുത്തു തന്നത് സഹോദരി സുമംഗലാദേവി. താൻ അത് ഇൻകം ടാക്സിന് കൈമാറി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. തനിക്കറിയില്ലായിരുന്നു അത് കള്ളനോട്ടാണെന്ന്. ശരിയല്ലേ? അതെ. ആ, ഈ സത്യം കോടതിയിൽ അങ്ങ് പറഞ്ഞാ മതി. ഞാനും തന്റെ മൊഴിയുടെ റിപ്പോർട്ട് അങ്ങനെ കൊടുക്കുന്നുള്ളൂ. ഞാനങ്ങനെ പറഞ്ഞാൽ കേസ് സുമംഗലയ്ക്കെതിരെ തിരിയില്ലേ? താൻ അങ്ങനെയൊക്കെ വിചാരിക്കാൻ നോക്കിയാ കുഴയും. ആദ്യം സ്വന്തം തടി ഊരിയെടുക്കാൻ നോക്ക്. അങ്ങനെ പറയണമെങ്കിൽ ഞാൻ മരിക്കണം. എനിക്ക് ഈ തടി മാത്രമേ ഉള്ളൂ സാറേ. ജീവൻ അവളുടെ കയ്യിലാ. എന്റെ അനിയത്തിക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനില്ല. ഒക്കെ ചെയ്തത് ഞാനാ. സാറ് പോവാ. താൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. ഞാനൊന്ന് കിടക്കട്ടെ സാറേ, വയ്യ. നാളെ രാവിലെ കുഞ്ഞുണ്ണിയും സുമംഗലയും കോടതിയിൽ ഹാജരാക്കും. ജാമ്യം കിട്ടാനുള്ള വകുപ്പുണ്ടോ? എന്താ വക്കീല് പറഞ്ഞത്? ചീറ്റിംഗ് കേസാണ്. IPC 420. അഴകത്തമ്മയും കുഞ്ഞികൃഷ്ണമേനോനും മറ്റൊരു ചീറ്റിംഗ് കേസിൽ അകപ്പെട്ടു പോയതിന്റെ പരിണിത ഫലമാണിതെന്നും
സർക്കാരിൽ അടയ്ക്കാനുള്ള തുക ഉടൻ തന്നെ 1-2 ഗഡുക്കളായി അടച്ചോളാമെന്നും വാദിച്ചാൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കേണ്ടതാണ് എന്നാണ് വക്കീൽ പറഞ്ഞത്. മറ്റൊരു ചീറ്റിംഗിൽ അകപ്പെട്ടതിന്റെ പരിണിത ഫലം എന്ന് പറയുമ്പോ എന്നുവെച്ചാ നിലവിലിരുന്ന ഒറിജിനൽ ഗോൾഡും ക്യാഷും മറ്റാരെങ്കിലും അഴകത്തുകാരെ ചീറ്റ് ചെയ്ത് എടുത്തു മാറ്റിയിട്ട് പകരം ഇമിറ്റേഷൻ ഗോൾഡ് വെച്ചതാണെന്നും അതറിയാതെ അകപ്പെട്ടു പോയ നിരപരാധികളാണ് മേൽപ്പറഞ്ഞ കക്ഷികൾ. ഹേ, അത് ശരിയാവില്ല. സോളമൻ എന്നെ സംശയിക്കണ്ട. ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അത്തരം ഒരു വാദം ഉണ്ടായ അതെന്നെ ബാധിക്കും. സ്വാഭാവികമായൊരു വാദമാണ് വക്കീൽ ഉന്നയിച്ചത്. അത് ഉന്നയിക്കരുത്. വാദം മറ്റേതെങ്കിലും രീതിയിലാക്കണം. എന്നുവെച്ചാ വാദം ഉഴപ്പാൻ പറയണം. തെറ്റായ രീതിയിൽ വാദമുഖങ്ങൾ മാറ്റിക്കൊണ്ടു പോണം. ജാമ്യം കിട്ടരുത്. അകത്ത് പോണം. ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ജയിലിലേക്ക് പോണം. ഇരുമ്പഴി എണ്ണണം, എണ്ണിക്കണം. വരൂ. ഇടയ്ക്കെപ്പോഴെങ്കിലും റെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്കിവിടെ ഒരു റൂമുണ്ട്. കൂടുതലൊന്നും ഉപയോഗിക്കാറില്ല. പോലീസുകാർക്ക് എവിടെയാ റെസ്റ്റ് ചെയ്യാൻ സമയം? ബാക്ക് പെയിൻ ഉള്ളതല്ലേ? ഇവിടെ ബെഞ്ചിൽ കിടക്കണ്ട. വരൂ. ഇങ്ങനെ ഒരു മനസ്സുണ്ടോ മോൾക്ക്? മനസ്സ് എന്നുവെച്ചാ എന്താ? മോനെ, നീ പഠിച്ചൊരു ഡോക്ടറായെന്നല്ലാതെ ജീവിതത്തെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ഒരാൾ പറ്റിച്ച അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. ഇപ്പൊ എന്ത് സംഭവിച്ചു ഇങ്ങനെ പറയാൻ? അപ്പൊ നീ അറിഞ്ഞില്ലേ? അഴകത്ത് സുമംഗലാദേവിയെ അറസ്റ്റ് ചെയ്തു. നിന്റെ ഭാര്യയുടെ പഴയ അമ്മായിയമ്മേ. ആ, അറിഞ്ഞു. അതിപ്പം നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ കാര്യമുണ്ട്. ഇതറിഞ്ഞപ്പോ മുതല് നിന്റെ ഭാര്യയ്ക്ക് സങ്കടം, എല്ലാവരോടും ദേഷ്യം. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അവള് കുറച്ചു കാലം അഴകത്ത് താമസമല്ലേ, അതിന്റെ ഒരു താല്പര്യം കാണും. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? നിനക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യമായിക്കൊണ്ടിരിക്കുക. മോനെ, ആ സ്ത്രീയോട് മാത്രമല്ല, അവരുടെ മോനോടും അഭിരാമിക്ക് സ്നേഹമാ. ഒരേ സമയം നിന്നെയും അയാളെയും അവൾ പറ്റിച്ചോണ്ടിരിക്കുക. ആദ്യ ഭർത്താവും രണ്ടാമത്തെ ഭർത്താവും. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് ആര് കണ്ടു? ഗീതമ്മ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടി പറയല്ലേ. ഇതാ നിന്റെ കുഴപ്പം. ഞങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കില്ല. അവളെ കണ്ണടച്ച് വിശ്വസിക്കും. അവള് നിന്നെ ചതിക്കുകയും ചെയ്യും. നീ അബദ്ധത്തിലാ മോനെ ചെന്ന് ചാടിയത്. നിന്റെ ജീവിതം പോയി. അഭി, എന്നോട് സത്യം പറയണം. അഭിയുടെ മനസ്സിലെന്താ? ചോദ്യം ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല.
എന്നാലും ഉത്തരം പറയാം. മനസ്സിലുണ്ടായിരുന്നത് കുറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാ. ഇപ്പോ അതൊന്നുമില്ല. എന്നുവെച്ച് മനസ്സ് ശൂന്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇരുട്ട മനസ്സിൽ നിറയെ, കട്ട പിടിച്ച ഇരുട്ട്. ഇത്രയും നീളത്തുള്ളൊരു മറുപടിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിൽ ഇരുട്ടാണെങ്കിൽ അതിലേക്ക് വെളിച്ചം വരുത്താൻ അഭിക്ക് അഴകത്തേക്ക് തിരിച്ചു പോകണോ? അഴകത്തേക്കോ? എന്താ ഇപ്പൊ ഇങ്ങനെയൊരു ചോദ്യം? എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം. അഴകത്തമ്മയെ പോലീസ് കൊണ്ടുപോയത് അഭിക്ക് സഹിച്ചില്ലല്ലേ? ആ ബന്ധം ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ടല്ലേ അത്? ഓ, ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. വന്ന് കയറിയപ്പോ തന്നെ അമ്മയും ചേച്ചിയും കൂടി വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചെവിയിലേക്ക് ഓതി തന്നു അല്ലേ? ഉണ്ടായ കാര്യങ്ങളെ അവർ പറഞ്ഞുള്ളൂ. കാർത്തിക്, അവര് പറഞ്ഞത് എന്താണെന്ന് പോലും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇതൊരു തർക്ക വിഷയമാക്കി എന്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല എനിക്ക്. പിന്നെ ചോദിച്ചതിനൊരു മറുപടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അഴകത്തെ സുമംഗലാമ്മ എന്റെ ഭർത്താവിന്റെ അമ്മയാണെന്ന് പറയുന്നത് എന്നും എനിക്ക് അഭിമാനമായിരുന്നു. ആ തറവാടിത്തം ഇവിടെ ആർക്കും ഇല്ല. അനന്തു ഇങ്ങനെ വിഷമിച്ചതുകൊണ്ട് എന്താ കാര്യം? നമ്മുടെ കൈവിട്ടു പോയില്ലേ ഇല്ല. ഇതിനൊക്കെ കാരണം ഞാനാന്നൊരു തോന്നല എനിക്ക്. അതെന്താ? അറുപ്പുരയിലെ സ്വർണ്ണം എടുത്തിട്ട് മുക്കുപണ്ടം വെച്ചത് അനന്തു ആണോ? അല്ല. പിന്നെങ്ങനെയാ എല്ലാത്തിനും കാരണം അനന്തു ആവുന്നത്? അത് അമ്മ വിൽക്കാൻ കൊണ്ടുപോകാൻ കാരണം കമ്പനിയിൽ വന്ന കടങ്ങളല്ലേ? ഞാനല്ലേ കമ്പനികൾ നോക്കി നടത്തുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം എനിക്കല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് ആവുമ്പോ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും. അത് സാധാരണയാ. അറപ്പുരയിലിരുന്ന സ്വർണം സൂക്ഷിക്കാത്തത് അമ്മയുടെ കുഴപ്പം തന്നെയാ. അതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അനന്തു കിടന്നുറങ്ങാൻ നോക്ക്. അമ്മയ്ക്കും ഉണ്ണിയാമ്മയ്ക്കും ജാമ്യം കിട്ടും. പിന്നെ കേസല്ലേ, അത് വക്കീല് നോക്കിക്കോളും. കേസും കോടതിയൊക്കെ ആയിട്ട് ഈ പ്രായത്തിൽ എൻ്റെ അമ്മ അതോർക്കുമ്പോഴാ. ആ, പുറത്ത് പത്രക്കാരും ചാനലുകാരൊക്കെ ഉണ്ട്. മുഖം മറയ്ക്കണോ? മറച്ചേക്കാം. ആളുകൾ പരിഹസിക്കരുതല്ലോ. അഭിമാനം നോക്കണ്ടേ? കൊടുത്തേക്ക്. സർ, പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു സർ. കുറ്റം തെളിയിക്കുന്ന ഞാനാണോ? കോടതിയല്ലേ? അതല്ല സർ, സാറിനോട് കുറ്റസമ്മതം നടത്തിയോ? അതിന് കുറ്റം ചെയ്തോന്ന് എനിക്കെങ്ങനെ അറിയാം? അപ്പൊ പിന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചത് എന്തിനാ? തെളിവുകളുണ്ടെങ്കിൽ പ്രതി അത് നശിപ്പിക്കാതിരിക്കാൻ, കൂടുതൽ ചോദ്യം ചെയ്യാൻ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. മുഖം മാസ്ക് ചെയ്യണോ? വേണ്ട. ജീവിതത്തിൽ ആർക്കും മുന്നിൽ മുഖം മറിച്ച് നടക്കില്ല. അത്രയ്ക്ക് ലജ്ജിപ്പിക്കുന്നൊന്നും അഴകത്ത് സുമംഗല ചെയ്യില്ല. വെൽ, ഇറങ്ങാം. മാഡം, പ്രതി കുറ്റസമ്മതം നടത്തിയോ? ഇല്ല.
പോലീസിന് മുന്നിൽ അവർ കുറ്റം നിഷേധിക്കുകയായിരുന്നു. ഇത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാ. കുറ്റം നിഷേധിച്ചെന്ന് കരുതി വെറുതെ വിടാമോ? വെറുതെ വിടുന്നത് ശിക്ഷിക്കുന്നതൊക്കെ കോടതിയല്ലേ? മാഡം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നു. അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർക്കാരിന്റെ 1 ഇഞ്ച് ഭൂമിയോ സർക്കാരിന്റെ സൗകര്യങ്ങളോ ആവശ്യപ്പെടാതെ ഇവരുടെ പല സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്ന 200ഓളം തൊഴിലാളി കുടുംബങ്ങളെ കഴിഞ്ഞ 28 വർഷമായി സംരക്ഷിക്കുന്ന ഒരു സ്ത്രീയോട് തോന്നുന്ന മതിപ്പ് ഞാൻ മറച്ചുവെക്കുന്നില്ല. എന്നുവെച്ച് ഇവർ കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഇവർക്കുണ്ടാവുകയുമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം.